ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് പ്ലാനിങ് ഉണ്ട്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ആയിട്ട് എൻ്റെ പാരൻസിന് നമുക്കൊരു ഗിഫ്റ്റ് ചെയ്താലോ എന്നുള്ളൊരു ഐഡിയ എനിക്ക് തോന്നി. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഇവിടെ നിന്ന് പറ്റാവുന്ന രീതിക്ക് ഓൺലൈനായിട്ട് അമ്മയ്ക്കൊരു ചുരിദാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അച്ഛന് ഒരു നെക്ക് ബാൻഡ് മറ്റേ ഹെഡ്സെറ്റ് സംഭവം ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ഏട്ടനും പിന്നെ എൻ്റെ അനിയനും ആണ് കേട്ടോ. അനിയനാണ് അപ്പം അവരെ സർപ്രൈസ് ചെയ്യാൻ പോണത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ അപ്പം നാട്ടിലുള്ള പാരൻസിന് നമുക്ക് അടിപൊളി ഒരു സർപ്രൈസ് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ അനിയനാണ് അതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് 4th ആണ്. അപ്പോൾ 5-ാം തീയതിയാണ് എൻ്റെ ബർത്ത്ഡേ വന്നത്. അപ്പോൾ ഇന്ന് നൈറ്റ് 4-ാം തീയതി നൈറ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ബിച്ചുവിന് അച്ഛൻ പുതിയ മാല വാങ്ങിച്ചു കൊടുത്തതാണ് കേട്ടോ. അപ്പം അത് കാണിക്കാനാണ് ബിച്ചു വന്നേക്കുന്നത്. പുതിയ ഹെലികോപ്റ്റർ ഉണ്ട് നമുക്ക്. ഇവിടെ നിന്ന് കളിച്ചോട്ടാ. അപ്പോൾ ബർത്ത്ഡേയുടെ ആ ഡേ രാവിലെ മുതൽ ഈ നൈറ്റ് വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ എൻ്റെ പാരൻസിനെ സർപ്രൈസ് ചെയ്യുന്ന വീഡിയോ ഇപ്പം തന്നെ വരും കേട്ടോ. അതും ഞാൻ ഈ വീഡിയോടൊപ്പം തന്നെ ഇടാം. കാരണം ഭയങ്കര ത്രില്ഡാണ് കേട്ടോ. കാര്യം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ പാരൻസിനെ സർപ്രൈസ് ചെയ്യാൻ പറയുമ്പോൾ ഞാൻ ഭയങ്കര ത്രില്ഡാണ്. പിന്നെ അപ്പോൾ താങ്ക് യു കേട്ടോ, അവനാണ് എന്നെ ഹെൽപ്പ് ചെയ്യണേ. പിന്നെ ഈ സർപ്രൈസൊക്കെ എനിക്ക് വഴിയൊരുക്കി തന്ന ഏട്ടനും നന്ദി. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ ഐഡിയ. പക്ഷെ എനിക്ക് ഉണ്ട് ഏട്ടനെ എന്തോ കരുതി വെച്ചിട്ടുണ്ട്, ഉറപ്പാണ്. എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്നും കൂടി ഞാൻ ഏട്ടൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ പരിപാടി എന്ന് വെച്ചാൽ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ചിട്ടുണ്ട്. എന്തായാലും ഉറപ്പാണ്. എന്തോ ഒരു കണ്ടെന്നെ അറിയാലോ. നോക്കാം. ഫ്രണ്ട്സ്, ആക്ച്വലി ഏട്ടൻ്റെ ഇപ്പോൾ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ആയിരിക്കുന്നു. അപ്പോൾ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ എൻ്റെ ബർത്ത്ഡേക്ക് ഏട്ടൻ്റെ സർപ്രൈസ് ബർത്ത്ഡേ കേക്ക് കഴിക്കണം. അപ്പം ഞങ്ങൾ മുഖ്യം പോവാണ്. നമ്മുടെ ആൻറ്റിങ്ങളൊന്ന് കുറച്ച് ഹാപ്പി ബർത്ത്ഡേ to you. Happy birthday to you. Happy new year. ആരാണ്? ചില മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ? അത് മമ്മിക്ക് പോതാ ഹാപ്പി ബർത്ത്ഡേ പറയും. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹലോ കാണില്ലേ? ഞാൻ അതെ വിച്ചുവിന് കേക്ക് കൊടുക്കാൻ പോകണം. എല്ലാവർക്കും അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഗായ്സ്, നിങ്ങളില്ലാതെ എനിക്ക് എന്ത് ബർത്ത്ഡേ. അപ്പോൾ നിങ്ങൾക്കും എൻ്റെ വക ബർത്ത്ഡേ കേക്കാണിത് ഏട്ടാ. താങ്ക് യു ഏട്ടാ. ഏട്ടന് പറയൂ, ഏട്ടനായിട്ട് കുറച്ച് സല്ലാമുണ്ട്. ഗൈസ്, ആക്ച്വലി ഞാനിങ്ങനെ ഒന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി കട്ട് ചെയ്യാനോ എന്താ
നല്ല ഭ്രാന്ത്. ഏട്ടാ ഇതിനൊക്കെ ഒരു മയൂലേ, ഒരു വീഡിയോ എടുക്കാൻ ഗ്യാപ്പൊന്നും ഇവിടെ ഫോണോ? എന്താ ഫോൺ വാങ്ങിച്ചേ? എന്റെ ദൈവമേ ഗൈസ്, നിങ്ങൾ കണ്ടോ എനിക്ക് ഫോൺ കിട്ടി? എന്തിട്ടാ പറയണേ? എവിടെ ഞാൻ തുറക്കട്ടെ? ഓ സീൻ ഫോൺ കിടക്കല്ല, വെറുതെ അല്ല. ഗൈസ് ഇതൊരു വല്ലാത്ത കുറച്ച് മേടിക്കുന്നു. ഒരുങ്ങാൻ പോലും നേരം കിട്ടിയില്ല. ഇനിയിപ്പോൾ ഒരുങ്ങിയിട്ട് എന്തിനാ? ആക്ച്വലി പെട്ടെന്നായിരുന്നു. ഞാൻ നോക്കിയപ്പോൾ വെള്ളം വാങ്ങിക്കാൻ പോയ ആള് കേക്കും കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ വേമ്പാ കേക്ക് കട്ട് ചെയ്യാം. കേക്ക് കട്ട് ചെയ്തു. ഞാൻ പിന്നെയും അപ്പുറത്തോട്ട് പോയപ്പോൾ നോക്കിയപ്പോൾ അതേ ഫോണും കൊണ്ട് വന്നേക്കുന്നു. എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ലേ സംതിങ് ഫിഷി ആയിരുന്നു. സർപ്രൈസ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു കുറച്ച്, പക്ഷേ ഫോൺ വാങ്ങിച്ചു തരുമെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ അൾട്രാ S24 ശരി ഗാലക്സി S24 അൾട്രാ ഫോൺ വാങ്ങി തന്നു. ബൈ. അത് എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. എൻ്റെ ബർത്ത്ഡേ ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചു. ഇതൊരു 10 മിനിറ്റിൽ എന്തൊക്കെയോ നടന്നു. അതെനിക്ക് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഡൈജസ്റ്റ് ആവുന്നില്ല, ഉൾക്കൊള്ളാൻ തന്നെ പറ്റുന്നില്ല. കണ്ണെഴുതാനോടി പറ്റില്ല. കേക്ക് മുറിച്ചപ്പോൾ എല്ലാം കിട്ടുന്നായിരുന്നു. എന്തായാലും നമുക്ക് നാളെ രാവിലെ എന്തായാലും ഞാൻ ബർത്ത്ഡേ വ്ളോഗ് ഇടുന്നുണ്ട്. മൈ ലൈഫായിട്ടും കാര്യങ്ങളായിട്ടും ഞാൻ എൻ്റെ വീഡിയോക്ക് ആയിട്ട് ഇടുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ഒറ്റ വീഡിയോക്കുള്ളൊരു കണ്ടൻറ് ഉള്ളൂ, ഒരു ഇതുള്ളൂ. അപ്പോൾ ഏട്ടാ എന്തെങ്കിലും പറയാനുണ്ട്?